ഫ്രഷ് ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു റാഗി ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗി ദോശ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് മുത്താറി, 1/2 കപ്പ് പച്ചരി, ഇനി 1 ടീസ്പൂൺ ഉലുവ, ഇനി 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, എല്ലാം കൂടെ 3-4 പ്രാവശ്യം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. റാഗി ഇട്ട് അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ റാഗി അരഞ്ഞു കിട്ടൂല. കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലേ റാഗി നന്നായിട്ട് മുറിഞ്ഞ് കിട്ടുള്ളൂ. റാഗി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കുമ്പം തന്നെ റാഗി 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 2-3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരും. ഞാനിത് രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. രാവിലേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. രാവിലെ ദോശ തയ്യാറാക്കാനായി ഒരു ദോശക്കല്ലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലേക്ക് കുറച്ച് എണ്ണ തടവി 1 തവി മാവ് കോരി ഒഴിച്ച്, കട്ടിയിലാണെങ്കിൽ അധികം പരത്താതെ ചുട്ടെടുക്കുക. 1 തവി മാവ് കോരി ഒഴിച്ച് കുറച്ച് കട്ടിയിൽ ചുട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്ത് ഒന്ന് മറിച്ചിടുക. എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ തടവണ്ട. എണ്ണ ഇഷ്ടമുള്ളവർക്ക് എണ്ണ തടവിയിട്ട് മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്ത് ദോശ ചുട്ടെടുക്കുക. ഇനി ഇത് നേരിയ ദോശയായിട്ട് നല്ല ക്രിസ്പി ദോശയായിട്ട് ചുട്ടെടുക്കുക. മസാല ദോശയെല്ലാമായിട്ട് ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഇനി കുറച്ച് കൂടുതൽ നെയ്യ് തടവി കൊടുത്ത് കുറച്ച് മൊരിയിച്ചെടുത്താൽ നല്ല നെയ് റോസ്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ വേണമെന്നുള്ള വിധത്തിലും ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാം ഈ ഒരു മാവ് കൊണ്ട് തന്നെ. ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നല്ല നെയ് റോസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. ഇനി കുറച്ച് നേരിയതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, നേരിയ സോഫ്റ്റ് ദോശ വേണമെങ്കിൽ ഇങ്ങനെ നേരിയതായിട്ട് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ നേരിയ സോഫ്റ്റ് ദോശയായിട്ടും കിട്ടും. നല്ല രുചിയും ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ തയ്യാറായി. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. റാഗി കൊണ്ടുള്ള കുറേ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ദോശ, പുട്ട്, ഉപ്മാവ്, അട, റാഗി കിണ്ണത്തപ്പം, അങ്ങനെ റാഗി കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.